ബിസിനസ് പോലും ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം സാർ ഹൈ ജമ്പിൻ്റെ പ്രാക്ടീസ് തന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഹൈ ജമ്പൊക്കെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് അവിടെ. പിന്നെ ഇവിടുത്തെ വർക്കൗട്ട് അത് എല്ലാവരും ഇവിടെ പല ജില്ലയിൽ നിന്നും ആൾക്കാർ വരാറുണ്ട് ഫിസിക്കലിന് വേണ്ടിയിട്ട്. അപ്പോൾ വരുന്ന എല്ലാവരും പറയണത് തന്നെയാണ് ഈ അക്കാഡമിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ട്രെങ്തനിങ് വർക്കൗട്ട് തന്നെയാണ്. എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് വുമൺ CPO ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ സിസിലിനെയാണ്. കൺഗ്രാറ്റ് സിസിലി. സിസിലി കഴിഞ്ഞ വുമൺ CPO പാസ്സായ ആളാണ്. ഇപ്പോൾ വീണ്ടും വുമൺ CPOന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. എന്താണ് സിസിലിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് സാറിന് തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി ഒട്ടും ഫിറ്റ് അല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ്. അത് മാത്രമല്ല ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടും ഇല്ല എനിക്ക്. എനിക്ക് ഇപ്പോൾ രണ്ടാമത്തെ തവണ ഫിസിക്കലി കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനും അത് പാസ്സാവാനും പറ്റിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ 90% ക്രെഡിറ്റ് ഞാൻ സാർക്കും ഇവിടുത്തെ വർക്കൗട്ടിനോ കൊടുക്കുക. ബാക്കി 10% ക്രെഡിറ്റാണ് ഞാൻ എൻ്റെ എഫേർട്ടിന് കൊടുക്കുക. കാരണം നമ്മൾ എത്ര എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിലും എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിലും അതിന് പറ്റിയൊരു അക്കാഡമി കിട്ടുക, അതിന് പറ്റിയൊരു ട്രെയിനറെ കിട്ടുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ ശരിക്കും ബ്ലെസ്ഡ് ആണ്. അപ്പോൾ സാറ് സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. പിന്നെ സാറ് സപ്പോർട്ടിനെ പറ്റിയിട്ടും എഫേർട്ടിനെ പറ്റിയിട്ടും ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഞങ്ങളിപ്പോൾ ABC ചെയ്യുകയാണെങ്കിലും ഷട്ടിൽ റൺ ചെയ്യുകയാണെങ്കിലും ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലായിട്ട് സാർ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ റണ്ണിങ് സ്പീഡ് കൂട്ടാനാണെങ്കിലും ആ റണ്ണിങ് സ്റ്റൈൽ മാറ്റാനാണെങ്കിലും സാർ എല്ലാവരെയും പ്രത്യേകം നോട്ട് ചെയ്ത് പറയാറുണ്ട്. അതേപോലെ തന്നെ ഷോട്ട് എറിയുമ്പോഴാണെങ്കിലും ബോൾ എറിയുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഹാൻഡ് പവർ ഇല്ലാത്തതുകൊണ്ട് നെഗറ്റീവ് പുള്ളപ്പ് ചെയ്യിപ്പിക്കാറുണ്ട്, ഡംബൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ടെറാ ബാൻഡ് യൂസ് ചെയ്യാൻ സാറ് പ്രത്യേകം ഓരോരുത്തരെയും നോട്ട് ചെയ്ത് പറയാറുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് 1 വീക്ക് സമയമായിരുന്നു ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം ഉണ്ടായിരുന്നത്. ആ സമയത്ത് സാറെടുത്ത എഫേർട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ വീക്ക് ഫുള്ള് സാറുടെ ജോലി ബിസിനസ് പോലും ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം സാർ ഹൈ ജമ്പിൻ്റെ പ്രാക്ടീസ് തന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഹൈ ജമ്പൊക്കെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് അവിടെ. പിന്നെ ഇവിടുത്തെ വർക്കൗട്ട് അത് എല്ലാവരും ഇവിടെ പല ജില്ലയിൽ നിന്നും ആൾക്കാർ വരാറുണ്ട് ഫിസിക്കലിന് വേണ്ടിയിട്ട്. അപ്പോൾ വരുന്ന എല്ലാവരും പറയണത് തന്നെയാണ് ഈ അക്കാഡമിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ട്രെങ്തനിങ് വർക്കൗട്ട് തന്നെയാണ്. ഇപ്പോൾ മൺഡേ തൊട്ട് സാറ്റർഡേ വരെ 6 ദിവസവും വ്യത്യസ്ത വർക്കൗട്ടുകളാണ് ഞങ്ങൾക്ക് തരാറുള്ളത്. ഇപ്പോൾ മൺഡേ സ്റ്റെപ്പിംഗ് വർക്കൗട്ടാണ് ചെയ്യുക. ആ സ്റ്റെപ്പിംഗ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 വീക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഹൈ ജമ്പും ലോങ് ജമ്പും ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ആ ഒരു ജമ്പിങ് പവർ നമ്മളുടെ എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ നമ്മളുടെ ജമ്പിങ് പവർ ആണെങ്കിലും റണ്ണിങ് സ്പീഡ് ആണെങ്കിലും ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ടുകളാണ് ഇവിടെ ഉള്ളത്. ABC ആണെങ്കിലും ഷട്ടിൽ റൺ ആണെങ്കിലും ഇപ്പോൾ 150 ചെയ്യാറുണ്ട്. ഭയങ്കര ഹാർഡാണ് ഞങ്ങൾക്ക് ചെയ്യാൻ. പക്ഷെ എന്നാൽ പോലും ആ 150 ചെയ്യണതും ഇപ്പോൾ റിപ്പീറ്റേഷൻ ചെയ്യാറുണ്ട്. ടയർ ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്കൗട്ടാണ്. അതൊക്കെ എൻ്റെ റണ്ണിങ് സ്പീഡ് കൂടാൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ കുട്ടികൾക്കും ആ വർക്കൗട്ടുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ് പറയാറുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം ഇവിടെ വന്ന് വർക്ക് ചെയ്താലും എത്ര ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോൾ എല്ലാ ഐറ്റംസും പെർഫെക്റ്റായി ചെയ്താലും ആ ഒരു ദിവസം ആ ഫിസിക്കലിൻ്റെ ദിവസം കൂടെ നമ്മളുടെ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അവിടെ പോയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. എനിക്ക് 17th ഫിസിക്കല്. അപ്പോൾ ആ ദിവസം എൻ്റെ ആക്കി തന്നതിന് ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. പിന്നെ കൂടുതൽ കുട്ടികളും ഇപ്പോൾ 100-ലും 200-ലും ആണെങ്കിൽ ഇപ്പോൾ കൗണ്ടിങ് ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് കുറേ കുട്ടികൾ ഫെയിലായിപ്പോയി. പക്ഷേ ഞാൻ ചെയ്ത 5 ഐറ്റത്തിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയതും എൻ്റെ ബെസ്റ്റ് കൊടുത്ത് ഞാൻ ചെയ്തതും 200-ഉം 100-ഉം തന്നെയായിരുന്നു. അതിൽ ഇവിടുത്തെ വർക്കൗട്ടിൻ്റെയും സാറുടെ എന്താ പറയുക വർക്കിൻ്റെയും ഒരു ഇൻവോൾവ്മെൻറ്റ് ഉറപ്പായിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷം. നന്നായി ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. സിസിലി ഇവിടെ എത്തുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും കുട്ടികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കണം. നമ്മൾ വീണ്ടും പറയുകയാണ്. കാരണം ഒരുപാട് ജില്ലകളിലെ അതേപോലെ ഹൈദരാബാദിൽ നിന്നൊക്കെ നമ്മുടെ മുജി ഇവരൊക്കെ ഇവിടെ വന്നിട്ടാണ് സെറ്റായത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പം ഞാൻ ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു ഐറ്റം ഇല്ലാതെ വന്ന ആളാണ്. എനിക്കിപ്പോൾ ഒരു കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോൾ കഴിഞ്ഞ ഫിസിക്കലിന് വരുമ്പോൾ എനിക്കൊരു 5 to 6 months ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഞാൻ സ്ലോ ആയിട്ട് ഇവിടുത്തെ വർക്കൗട്ടൊക്കെ ചെയ്ത് പിന്നെ ഇവിടുന്ന് ആ ഫിസിക്കലിൽ പോണ സമയത്ത് ഞാൻ എല്ലാ ഐറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻറ്റിൽ തന്നെയായിരുന്നു പോയത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ വർക്കൗട്ട് ഇപ്പോൾ ഒരു 2 months കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്ര അറിയാത്തൊരു കുട്ടിക്കാണെങ്കിലും എത്ര വീക്കായിട്ടുള്ള കുട്ടിക്കാണെങ്കിലും 100% ഉറപ്പാണ് എല്ലാ ഐറ്റംസും പെർഫെക്റ്റ് ആയിട്ട് ഇവിടുന്ന് ചെയ്തു പോകാൻ പറ്റും എന്നുള്ളത്. പിന്നെ ദൂരെ ഇപ്പോൾ എല്ലാ ജില്ലയിൽ നിന്നും ഇവിടെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ വന്നാലും സാറിൻ്റെ സപ്പോർട്ടും ഉണ്ടാവും, ഇവിടെ ഉള്ള കുട്ടികളുടെ സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്ക് വണിച്ചാലും വരാം. വന്ന് നിന്നാൽ ഒരു 2 months നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സാറിൻ്റെ സപ്പോർട്ട് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മൾ ഉറപ്പായിട്ടും എല്ലാ ഐറ്റവും 8 ഐറ്റം ആണെങ്കിൽ 8 ഐറ്റവും 100% കോൺഫിഡൻറ്റോടുകൂടി ചെയ്യാൻ നമ്മൾ ഓക്കെ ആയിട്ടായിരിക്കും ഇവിടുന്ന് പോവുക. അതിൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഇല്ല. പിന്നെ എനിക്ക് ഈ ഐറ്റംസ് എല്ലാം ചെയ്യാൻ പറ്റിയതിലും ഫിസിക്കലി പാസ്സാവാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്.
അപ്പോൾ അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെയും അമ്മൻ്റെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്നതും വീണ്ടും പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ അത് മാത്രമല്ല സാറുടെ ഈ അക്കാഡമിയിൽ ഞാൻ വരാനുള്ള റീസൺ പറയുന്നത് എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവൾ തന്നെയാണ് സാറെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു ഫിസിക്കലിന് വേണ്ടി എന്നെ കൊണ്ട് വിട്ടത് അവളാണ്. അപ്പോൾ ഞാൻ അവളുടെ അടുത്താണ് നന്ദി പറയണത്. ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. സാർക്ക് ഓക്കെ, നമ്മുടെ ഇന്ന് അക്കാഡമി നമ്മുടെ ഹൈ ജമ്പ് ഒരു ഹൈലൈറ്റ് നമ്മുടെ കഞ്ചിക്കോട് ഉണ്ട്. അത് നമ്മുടെ ഹാർഡ് വർക്കിന്റെ ഗുണം തന്നെയാണ്. കാരണം പല ജില്ലകളിലും 6 മാസം 7 മാസം ഒരു അക്കാഡമിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു 3 വർഷം ഒരു അക്കാഡമിയിൽ പോയി കിട്ടാത്ത ഒരു ഐറ്റം എങ്ങനെയാണ് ഈ കഞ്ചിക്കോട് വന്നിട്ട് 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഇവിടുത്തെ ഒരു വർക്കൗട്ടിന്റെ ഗുണം തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇനി അടുത്ത ഒരുപാട് ഫിസിക്കൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ SSC GD വരുന്നുണ്ട്, അതേപോലെ RPF വരുന്നുണ്ട്, അതുപോലെ ഫയർഫോഴ്സ്, എക്സൈസ്, CPO അടുത്ത ബാച്ചിനൊക്കെ നോക്കുന്ന ആളുകൾ എന്തായാലും ഇവിടെ എത്താൻ നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആയിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് ആയിട്ട് പോവാം. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്.